വെള്ളത്തിൽ കുളിപ്പിച്ചിട്ട് അവളെ കൊണ്ടുവന്ന് ഇങ്ങനെ വാതക്കാത്ത് വെക്കും. പായ വിരിച്ച് ഇരുത്തിട്ട് നാത്തുമാരില്ലേ നമ്മുടെ അമ്മായിയുടെ മക്കള് അവരാണ് രണ്ടുപേര് ഇതിങ്ങനെ കാണിച്ചു. എണ്ണ ഒഴിച്ചാ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അടിക്കും. പിന്നെ ചോറ് ഇങ്ങനെ എടുത്ത് പോകുമ്പോ ഇങ്ങനെ തട്ടിയിടും. ഇങ്ങനെയൊക്കെ വേഷങ്ങളാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു എല്ലാ സാധനം കയ്യിൽ വെച്ചു. എടാ പൂവില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ പൂക്ക് പോയ പാട്ടാണ് ഇത്. അപ്പൊ പൂക്ക് ചേട്ടനും അനിയത്തി പോയ പാട്ടാണ്. പോയി പൂ ചേട്ടനെ മരത്തിൽ കയറി ഇങ്ങനെ പൂ ഇങ്ങനെ കുലുക്കി വിടുമ്പോ അനിയത്തി ഇങ്ങനെ കുനിയുമ്പോ ഏറപ്ലെയിൻ വന്നു. അന്നത്തെ കാലത്ത് ഒരു ഇതില്ലാതെ കാലം തന്നെ. അപ്പൊ ഏറപ്ലെയിൻ അപ്പോൾ ഇവിടെ ഇങ്ങനെ തുണി പിടിച്ചിട്ടാണ് ഇങ്ങനെ പാടിപ്പോയത്. കളക്കാത്ത ചന്ദന മര ബഹുബഹ പൂത്തിട്ടുണ്ട്. പൂപ്പറിക്ക പോകുമ്പോ ബുമ്മാനം പോയി. ബുമ്മാനം ബുമ്മാനം അതിന്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കളക്കാത്ത ചന്ദന മര ബഹുബഹ പൂത്തിருக்கு പൂ പറിക്ക പോകിലമ്മ ബുമ്മാനത്തിപ്പക്കിലമ്മ. ഈ അനിയത്തെ അത് പാടിയതാ. അപ്പൊ എടി എടി നീ എന്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്? പൂ എടുക്കുന്ന ഏട്ട ഇങ്ങനെ കൊരിക്കു വിടുന്നു. പെട്ടെന്ന് പൂ കൊണ്ടുപോകണ്ടേ? ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പാട്ട്. ചന്ദനമര പാട്ട്. അതിന്റെ അർത്ഥം ഇപ്പോഴാട്ടോ മനസ്സിലാവുന്നത്, അറിയില്ലായിരുന്നു. അപ്പൊ ചന്ദനമര, ആലമര, അരിശമര, 3 മര.